നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും മുന്നേറുന്നുണ്ടോ? അതോ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നിങ്ങളെ വഴി തിരിച്ചു വിടുകയാണോ? എന്നും വിചാരിച്ച ലക്ഷ്യത്തിലേക്കല്ല പോണത്. എന്തൊക്കെയോ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വഴി തിരിച്ചു വിടുകയാണോ? ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ ഫോൺ, സോഷ്യൽ മീഡിയ, മെസ്സേജുകൾ, ഇമെയിലുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ അവസരങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യവും നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു കഴിവില്ലായ്മയേല്ല, ചിതറിക്കിടക്കുന്ന ശ്രദ്ധയാണ്. ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷികളിലൊന്നാണ് പെരിഗ്രിൻ ഫാൽക്കൺ. ഇരയെ ലക്ഷ്യമിട്ടാൽ അത് ചുറ്റുമുള്ള ഓരോ ചലനവും അതിൻ്റെ ശ്രദ്ധയപ്പെടുന്നില്ല. ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ കുതിപ്പ്. അതാണ് അതിൻ്റെ ശക്തി. നമ്മുടെ ജീവിതത്തിലും ഇതേ സത്യം ബാധകമാണ്. എല്ലാ അവസരങ്ങൾക്കും പിന്നാലെ ഓടുന്നവർ പലപ്പോഴും ഒന്നും പൂർത്തിയാക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നവരാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. മനഃശാസ്ത്രത്തിലും പ്രകടനത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും കാണുന്നത് പോലെ ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ വിഭജിക്കുന്നതിനേക്കാൾ ഒരു പ്രധാന ജോലിയിൽ തുടർച്ചയായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഇന്നു മുതൽ ഈ 5 ശീലങ്ങൾ അങ്ങ് ജീവിതത്തിൽ കൊണ്ടുപോവാ. ഒന്നാമത്തത്, നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നുള്ളത് അത് തിരഞ്ഞെടുക്കണം. ഈ മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ലക്ഷ്യം മാത്രം വ്യക്തമായി നിർവചിക്കുക. ബാക്കി കാര്യങ്ങൾ അതിന് പിന്തുണ നൽകുന്നതായിരിക്കണം. അതായത് നമ്മുടെ പ്രധാന ലക്ഷ്യത്തിനോട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ട് തന്നെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശ്രദ്ധ മോഷ്ടിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. ജോലി ചെയ്യുമ്പോൾ ഫോൺ സൈലൻറ്റിലാക്കുക. അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഒരു നിശ്ചിത സമയത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. ശ്രദ്ധ സംരക്ഷിക്കുന്നത് സമയം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. മൾട്ടി ടാസ്കിങ് അത് കാര്യക്ഷമതയുടെ അടയാളമല്ല. പലപ്പോഴും അത് ശ്രദ്ധയുടെ വിഭജനമാണ്. ഒരു ജോലി പൂർത്തിയാക്കുക, പിന്നെ അടുത്തതിലേക്ക് പോവുക. പൂർത്തിയാക്കിയ ജോലികളാണ് ഫലം സൃഷ്ടിക്കുന്നത്. നാലാമത്തെ കാര്യം പറയട്ടെ, ദിവസത്തിലെ ഏറ്റവും മികച്ച സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുക. രാവിലെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ആദ്യം ആ സമയത്തിന് ചെയ്യുക. ഊർജം ഏറ്റവും കൂടുതലുള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഞാൻ 5-ാമത്തെ കാര്യം പറയട്ടെ, എല്ലാ ദിവസവും നമ്മൾ എത്രമാത്രം മുന്നേറിയിട്ടുണ്ടെന്ന് നോക്കണം. ഇന്ന് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് ഒരു ചൂടെങ്കിലും മുന്നേറിയോ? ഈ ചോദ്യം എല്ലാ രാത്രിയിലും ചോദിക്കണം. ചെറിയ മുന്നേറ്റങ്ങൾ ദീർഘകാല വിജയത്തിൻ്റെ അടിത്തറയാ. ഇത് ഓർമ്മിക്ക്. ഫോക്കസ് എന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, അനാവശ്യ കാര്യങ്ങൾക്ക് നോ പറയാനുള്ള കഴിവാണ്. അതായത് അനാവശ്യ കാര്യങ്ങളോട് നോ പറയുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ജോലി ചെയ്യുക എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഗുണമേന്മയുള്ള ശ്രദ്ധ നൽകുക. അത് നമ്മുടെ ഏറ്റവും നല്ല ശ്രദ്ധ ലഭിക്കുന്ന സമയങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യത്തിന് മാത്രം കൊടുക്കുക. എൻ്റെ രാവിലത്തെ പരിശീലനത്തിൽ ഏകാഗ്രതയ്ക്കും ശ്രദ്ധാ നിയന്ത്രണത്തിനും നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. ദിവസവും രാവിലെ നടക്കുന്ന ഈ സെഷനിൽ നമ്മൾ ചിതറിക്കിടക്കുന്ന ചിന്തകൾ തരണം, അതിനെ മാറ്റിയിട്ട് വ്യക്തമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്താനും ഉയർന്ന പ്രകടനത്തിന് ആവശ്യമായ ഏകാഗ്രത വളർത്തിയെടുക്കുന്നതിനുമുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത്. അത് നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. നല്ല ഫോക്കസ്, നല്ല ക്ലാരിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകണമോ എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഫോക്കസ് അത്ര തന്നെ ശക്തമായി കാണും. കാരണം ചിതറിക്കിടക്കുന്ന ഊർജം ചെറിയ ഫലങ്ങൾ സൃഷ്ടിക്കും, എന്നാൽ കേന്ദ്രീകരിച്ച ഊർജം അസാധാരണമായ ഫലങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫാൽക്കൺ ഫോക്കസ് വളർത്താൻ തയ്യാറാണെങ്കിൽ എന്നോടൊപ്പം ചേരാം. കാരണം ലോകം മാറ്റുന്നത് ഏറ്റവും തിരക്കുള്ള ആളുകളല്ല, ഏറ്റവും ഏകാഗ്രതയുള്ള ആൾക്കാരാണ്. അടുത്ത വീഡിയോയിൽ കാട്ടിലെ ചെന്നായ്ക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷമ, അതിജീവനശേഷി എന്നിവയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനാകുക എന്ന് നോക്കാം. ഏത് പ്രതിസന്ധിയിലും ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വൂൾഫ് മൈൻഡ് സെറ്റ്, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ഓൾറൈറ്റ്, സീ യു ദേർ.